ലബനാനിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് അടച്ച ഇറാൻ ഇന്ന് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 32 പേർ മരിച്ചിരുന്നു. ധാരണാപത്രത്തിലെ വ്യവസ്ഥ പ്രകാരം ലബനാനിൽ വെടിനിർത്തൽ ഉറപ്പാക്കേണ്ടത് അമേരിക്കയുടെ ഉത്തരവാദിത്തമെന്ന് ഇറാൻ പ്രതികരിച്ചു. അതിനിടെ ദക്ഷിണ ലബനാനിൽ യുദ്ധം നിർത്തിവെച്ചതായി ഇസ്രായേൽ അറിയിച്ചു. അതേസമയം ഇറാൻ അമേരിക്ക ചർച്ച നാളെ സ്വിറ്റ്സർലൻഡിൽ നടക്കും. പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലാകും ചർച്ച. MC നാസറുണ്ട് വിശദാംശങ്ങളുമായി. നാസർ, നാളത്തെ ചർച്ച അത് ഏത് രീതിയിലായിരിക്കും? ഹോർമൂസ് അടച്ചിരിക്കുകയാണ് ഇറാൻ. കൂടുതൽ പ്രകോപനമുണ്ടായാൽ ഹോർമൂസ് അടയ്ക്കുമെന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇതിനോടുള്ള പ്രതികരണം, അമേരിക്കയുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും? മറ്റു രാജ്യങ്ങളുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും? ഒപ്പം ലബനാനിലെ അവസ്ഥാവിശേഷം എന്താണ്? വിനീഷ, അല്പം മുമ്പാണ് ഔദ്യോഗികമായി തന്നെ ഒരു യുദ്ധം നിർത്തിവെച്ചതായിട്ടുള്ള പ്രഖ്യാപനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ദക്ഷിണ ലബനാനിലെ ആക്രമണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഇടപെടലിനെ തുടർന്നാണ് അടിയന്തരമായി വിളിച്ചു ചേർത്ത സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരമൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കാരണം ഇറാൻ തങ്ങളുടെ വളരെ ശക്തമായിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിന്നു. ഹോർമൂസ് ഇനി തുറക്കണമെങ്കിൽ ലബനാനിൽ പൂർണ്ണമായിട്ടുള്ള യുദ്ധവിരാമം വേണം. അത് 14 ധാരണാപത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു ഉപാധിയാണ്. ആ ഉപാധി നിരന്തരമായിട്ട് ലംഘിക്കുകയാണെങ്കിൽ പിന്നെ ഈ ചർച്ചകൾക്കും കരാറുകൾക്കും പ്രസക്തിയില്ല എന്ന അസന്നിഗ്ധമായിട്ടുള്ള നിലപാടിലേക്ക് ഇറാൻ മാറി. ഇതോടുകൂടിയാണ് മറ്റൊരു ഗത്യന്തരവുമില്ലാതെ അമേരിക്ക ഇടപെടുകയും ഇസ്രായേലിനെ കൊണ്ട് തൽക്കാലം ലബനാനിലെ യുദ്ധവിരാമം ഉറപ്പാക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷെ എത്ര കാലം ഈ യുദ്ധവിരാമം നീണ്ടു നിൽക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മുമ്പും ഒരു വെടിനിർത്തലൊക്കെ രൂപപ്പെടുത്തിയതാണ്. അതൊക്കെയും നിരന്തരം ലംഘിച്ച ഒരു പാരമ്പര്യമാണ് ഇസ്രായേലിനുള്ളത്. അതേസമയം നാളെ സ്വിറ്റ്സർലാൻഡിൽ ചർച്ച നടക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി. ഇറാൻ സംഘം സ്വിറ്റ്സർലാൻഡിലേക്ക് പുറപ്പെട്ടതായി അല്പം മുമ്പ് തെഹ്റാൻ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജറദ് കുഷ്നർ, അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ സ്വിറ്റ്സർലാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ചർച്ചയ്ക്ക് ഔദ്യോഗികമായി നാളെ തുടക്കം കുറിക്കും. പക്ഷേ ഈ ചർച്ച 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കണമെന്നാണ് കരാറിൽ പറയുന്നത്. അത് എത്ര കണ്ട് പ്രയോഗവൽക്കരിക്കപ്പെടും, എത്ര കണ്ട് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. ബിനിഷ. ശരി, MC നാസറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.